ഇന്നത്തെ റെസിപ്പി പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമേ ഇല്ല. ഇനി പച്ചമാങ്ങ കിട്ടുമ്പോൾ ഇതുപോലത്തെ കറി ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് മീഡിയം സൈസുള്ള ഒരു പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം കഴുകി എടുക്കാം. അതിനുശേഷം അതിൻ്റെ തൊലി നീക്കം ചെയ്തെടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഞാനിതൊരു മൺചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 8 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുളക് നന്നായിട്ടൊന്ന് വറുത്ത് വരണം. അപ്പോഴാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുക. തരിതരിയായിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിനി ചൂടാറുന്നതിന് മുമ്പേ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി ആ ചട്ടി തന്നെ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ജീരകം, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നേരത്തെ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം ആകരുത് കേട്ടോ. ഇതൊരു കുറുകിയിട്ടുള്ളൊരു കറിയാണ്. ചട്ടിയിലായതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ചട്ടിയിൽ വെള്ളം വലിഞ്ഞു പോകുന്നതാണ്. എന്നിട്ട് അടച്ചു വെച്ച് മാങ്ങ വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.